പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. കേരളത്തിലേക്ക് വിദേശ സാമ്പത്തിക ശക്തികൾ മുതൽ മുടക്കാൻ ഇങ്ങനെ ഓടി വരികയാണ്. ഏറ്റവും ഒടുവിൽ നമ്മുടെ ആശുപത്രികളൊക്കെയാണ് ഇവർ മത്സരിച്ച് ഏറ്റെടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നമ്മുടെ ആശുപത്രികൾ ഇങ്ങനെ വിദേശ കുത്തകകൾ വാങ്ങിക്കൂട്ടുന്നത്, ആശുപത്രികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ നാട്ടിലെ ഏറ്റവും ലാഭകരമായ കച്ചവടം ആശുപത്രികൾ തന്നെയാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് അവയും നമ്മുടെ ഇൻഷുറൻസും തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളെ താക്കീത് ചെയ്യാനുള്ളത്. ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പോൾ വ്യാപകമാകുകയാണ്. ഇൻഷുറൻസ് ഇല്ലാതെ ഒരാശുപത്രിയിൽ ചെന്ന് പെട്ടാൽ വീടും പറമ്പും പണയം വെച്ചാൽ പോലും മതിയാവാത്ത അവസ്ഥയാണ്. മുമ്പ് ആദ്യകാലങ്ങളിൽ ആതുര സേവനമായിരുന്നു, ഇപ്പോൾ ആതുര സേവനമായി മാറിയിരിക്കുകയാണ്, തുരന്നെടുക്കുകയാണ്. വളരെ രസകരമായ നിരവധി അനുഭവങ്ങൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാവും. വിദേശ കുത്തകകൾ ആശുപത്രികൾ ഏറ്റെടുക്കുന്നതിൻ്റെ പിന്നിൽ കാശ് കൊടുക്കാതെ കാശ് കൊടുത്തു എന്ന് വരുത്താൻ സാധിക്കും എന്ന ഒരു മെച്ചം പ്രധാനമായിട്ടുള്ളത് കൊണ്ട് കൂടിയാണ്. നമ്മുടെ നാട്ടിലെ കിംസ് ആയാലും ബേബി ആയാലും മറ്റ് ചില ആശുപത്രികളൊക്കെ ആണെങ്കിലും ഏറ്റെടുക്കുന്ന കമ്പനികൾ ഇൻഷുറൻസ് കമ്പനിക്കാർ കൂടി തന്നെയാണ്. അതും അവരുടെ ഒരു ബിസിനസ്സാണ്. ഇപ്പോൾ ആശുപത്രിയിൽ നിങ്ങൾ ചെന്നു, നിങ്ങൾക്ക് വളരെ വില കൂടിയ ടെസ്റ്റുകൾ ചെയ്തു, ചികിത്സകൾ ചെയ്തു, അതിൻ്റെ കാശ് ആശുപത്രിക്കാർക്ക് നിങ്ങൾ കൊടുക്കേണ്ടതില്ല. നിങ്ങൾ ഏത് ഇൻഷുറൻസിലാണോ പണം മുടക്കിയിട്ടുള്ളത് അവർ കൊടുക്കുകയാണ്. അവർ ഈ ആശുപത്രി നടത്തുന്ന കമ്പനിക്കാർ തന്നെയാണ്, പല പേരുകളിലാണ് എന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി നിങ്ങളുടെ ധാരണയിൽ നിങ്ങളുടെ ആശുപത്രി ചെലവ് ആശുപത്രിക്ക് കൊടുത്തിട്ടുണ്ട്. ആശുപത്രിക്ക് കിട്ടിയത് ഒരേ ചട്ടിയിലെ കാശെടുത്ത് അപ്പുറത്ത് തെക്ക് ഭാഗത്ത് നിന്നുള്ളത് വടക്ക് ഭാഗത്ത് വെച്ചു. ഒരേ ചട്ടിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി വയ്ക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ പേരിലും ആശുപത്രിയിൽ ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യാത്തതിൻ്റെ പേരിലുമൊക്കെയായി അപ്പോഴും നിങ്ങളുടെ കാശ് അങ്ങോട്ട് തന്നെ ഒഴുകിക്കൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിലെ ആശുപത്രികളെ ഏറ്റെടുത്തിട്ടുള്ള വിദേശ കുത്തക കമ്പനികൾ ഇൻഷുറൻസ് കമ്പനികൾ കൂടിയാണ്, ഫൈനാൻഷ്യൽ കമ്പനികളാണ്. അവ ശവപ്പെട്ടി കൂടി ഉണ്ടാക്കുന്ന കമ്പനികളായി മാറുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത്. ആരാണ് മദ്യം വിൽക്കുന്നത്? ആരാണ് കോളകൾ ഉണ്ടാക്കി വിൽക്കുന്നത്? ആരാണ് ജോൺസൺ ആൻഡ് ജോൺസനെ പോലുള്ള ക്യാൻസർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിടുന്നത്? സകലരും ഇപ്പോൾ മേക്കപ്പ് കെമിക്കലുകളുടെ അടിമകളാണ്. ക്യാൻസർ ഉണ്ടാക്കുന്ന മേക്കപ്പ് കെമിക്കലുകൾ. ഞാൻ കഴിഞ്ഞ ദിവസം ജോൺസന്റെ കാര്യം പറയുകയുണ്ടായി. 2010 തുടങ്ങി ഞങ്ങൾ നടത്തുന്ന പോരാട്ടം ഇപ്പോൾ ഏതാണ്ട് ഒരു ഭാഗത്തെത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ജോൺസന്റെ ഉൽപ്പന്നങ്ങൾ അന്തസ്സാണെന്ന് കരുതി വാങ്ങിക്കൂട്ടുന്ന പഠിച്ച വിഡ്ഢികൾ ധാരാളം ഈ നാട്ടിലുണ്ട്. എന്താണ് അവരെ ചെയ്യുക? സങ്കടപ്പെടുകയല്ലാതെ സഹതപിക്കുകയല്ലാതെ നിവൃത്തിയില്ല. അപ്പോൾ ആരാണ് ജനങ്ങളെ രോഗികളാക്കുന്നത്? വാക്സിനുകൾ ഇറക്കിയും മരുന്നുകൾ കൊണ്ടും രോഗങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഉൽപ്പന്നങ്ങൾ കൊണ്ട് മൈദ, പഞ്ചസാര, വനസ്പതി, മേക്കപ്പ് സാധനങ്ങൾ, കോളകൾ, ജങ്ക് ഫുഡുകൾ,
ഇങ്ങനെ നിരവധിയായ ഒരു മിനിറ്റ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് അകത്തേത്തറയിലെ ശബരി ആശ്രമത്തിൽ നമ്മളൊരു ഉപവാസ പരിപാടി നടത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. പലരും ഉപവസിക്കാൻ പേര് തന്നിട്ടുണ്ട്. ഇനിയും കഴിയുന്നത്ര ആളുകൾ കീടനാശിനിക്കെതിരായ ഒരു ബഹുജന മുന്നേറ്റം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി നാം നടത്തുന്ന ഈ യജ്ഞത്തിൽ പങ്കാളികളാവണം. ഓഗസ്റ്റ് 5-ാം തീയതി ഉച്ചയ്ക്ക് താല്പര്യമുള്ളവരെല്ലാവരും ശബരി ആശ്രമത്തിലെത്തണം. 6-ാം തീയതി രാവിലെ ഹിരോഷിമയിൽ അണുബോംബിട്ട സമയം തുടങ്ങി നാഗസാക്കിയിൽ അണുബോംബിട്ട 9-ാം തീയതി രാവിലെ 11 മണി വരെയാണ് ഉപവാസം. മൗന ഉപവാസമാണ്. 4 ദിവസവും ഉപവസിക്കാൻ പ്രയാസമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഉപവസിക്കാം, 2 ദിവസം ഉപവസിക്കാം. അവിടെ സത്യാഗ്രഹികളെ പരിചരിക്കാൻ വോളണ്ടിയേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ട്. അതും ഒരു ദിവസം തുടങ്ങി 2 ദിവസമോ 4 ദിവസമൊക്കെ ആകാം. ഏതായാലും നമുക്ക് ഒന്ന് കാണാനും പരിചയപ്പെടാനും ഈ ജനാരോഗ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ നിങ്ങൾക്കും കൂടെ കഴിയുന്ന ഒരു സുവർണാവസരമാണ്. വളരെ പ്രധാനപ്പെട്ട നിരവധി വ്യക്തികളുടെ ക്ലാസ്സുകളുണ്ടാകും. ആ ക്ലാസ്സുകളിലെല്ലാം പങ്കെടുക്കാം. ശബരി ആശ്രമം അല്ലെങ്കിൽ തന്നെ കാണേണ്ട കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന് അടിത്തറയിട്ട സ്ഥലമാണ്. ഗാന്ധിജി 3 പ്രാവശ്യം വന്ന് താമസിച്ചിട്ടുള്ള സ്ഥലമാണ്. ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ നേച്ചർ ലൈഫിൻ്റെ നമ്പറിൽ വിളിച്ച് ഉപവാസത്തിനും വോളണ്ടിയേഴ്സായി വരാനുമുള്ള സന്നദ്ധത അറിയിക്കണം. നിങ്ങളുടെ സാമ്പത്തികമായ സഹായം ഈ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുണ്ട്. 9496044515 ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ആഹാരപാനീയങ്ങൾ കൊണ്ട് ജനങ്ങളെ രോഗികളാക്കുന്നു. ആ രോഗങ്ങൾക്കുള്ള മരുന്ന് എന്നുള്ള പേരിൽ കൂടുതൽ രോഗങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന അപകടകാരികളെ ഇറക്കുന്നു, കഴിപ്പിക്കുന്നു, കുത്തുന്നു. ആ ചികിത്സകൾക്ക് തന്നെ നിങ്ങൾ അവരുടെ ഇൻഷുറൻസ് എടുത്താലേ നടക്കൂ എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുന്നു. ആരാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത്? നമ്മൾ കരുതുന്നത് പോലെ ഭരണാധികാരികളല്ല. ഭരണാധികാരികൾ ഏക് ദിൻ കാ സുൽത്താൻമാരാണ്. ഒറ്റ ദിവസം അല്ലെങ്കിൽ 5 കൊല്ലം കൂടി വന്നാൽ മര്യാദയ്ക്ക് അവർ പറയുന്നത് കേട്ട് നടന്നാൽ നിങ്ങൾക്കൊരു 5 കൊല്ലം വരെയൊക്കെ എത്താൻ സാധിച്ചേക്കാം. അതല്ല, അവരുടെ താല്പര്യങ്ങൾക്ക് നിങ്ങൾ എതിര് നിന്ന് ഭരിക്കുകയാണെങ്കിൽ നിങ്ങളെ അവർ മറിച്ചിടും. അതൊക്കെ അവർക്ക് വളരെ നിസ്സാരമാണ്. നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും പല പാർട്ടികളും ഒറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ രാത്രി കൊണ്ട് ചിന്നിച്ചിതറുകയും ചിന്നിച്ചിതറിയ ചിഹ്നഗ്രഹങ്ങൾ എല്ലാം വലിയൊരു ഗ്രഹത്തിൽ പോയി ലയിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മര്യാദക്കല്ലെങ്കിൽ വലിയ ഗ്രഹവും ചിന്നിച്ചിതറി ചെറുചിഹ്നഗ്രഹങ്ങളിൽ പോയി തിരിച്ചു ലയിച്ചു എന്ന് വരും. അതിനൊക്കെ കഴിവുള്ളവരാണ് അവർ. ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ മേഖലയിൽ ഇപ്പോൾ നടന്നു വരുന്നത് വലിയ കള്ളത്തരങ്ങളാണ്, തട്ടിപ്പുകളാണ്. ആദ്യം ഇൻഷുറൻസ് എടുത്തവർക്കെല്ലാം വാരിക്കോരി കൊടുക്കുകയാണ്. ആശുപത്രിയിൽ പോയി അങ്ങോട്ട് കിടന്നാൽ മതി, ബോധം കെട്ടങ്ങ് വീണാൽ മതി, കാശ് ഉടനെ ബോധം വരുമ്പോൾ കാശ് എത്തിയിരിക്കും. അങ്ങനെ ആവേശപൂർവ്വം ആളുകളെ കൊണ്ട് ഈ അറുപിശുക്കന്മാരായവരും എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കാൻ വ്യഗ്രതപ്പെട്ട് നടക്കുന്നവരൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അപ്പോൾ ആളുകളെല്ലാം കൂടെ കൂട്ടയോട്ടമായി ഇൻഷുറൻസ് ചേരാൻ ആശുപത്രിക്കാരും തക്കം മുതലെടുക്കുന്നു. ആദ്യം ബില്ല് കൊടുക്കുന്നു. ബില്ല് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഒരു യുവതി പറഞ്ഞത് ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് ഉണ്ടല്ലേ, നിങ്ങൾ തന്നെ ആ ബില്ല് തിരിച്ചു മേടിച്ചിട്ട് പല ഇരട്ടിയായ ഒരു ബില്ലാണ് പിന്നെ കൊടുത്തത്. ഇൻഷുറൻസ് ഉണ്ടല്ലോ. അങ്ങനെ ആശുപത്രികൾക്കും കുറെ കക്കാനുള്ള, തട്ടിപ്പ് നടത്താനുള്ള അവസരങ്ങളെല്ലാം ആദ്യം കൊടുക്കും. കൂടുതൽ ആളുകൾ ഇൻഷുറൻസിൽ ചേർന്ന് കഴിയുമ്പോൾ പിന്നെ നിയന്ത്രണങ്ങൾ പതുക്കെ തുടങ്ങും. ആ രോഗത്തിന് ഇതിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള പല തട്ടിപ്പുകളുണ്ട്. കേരളത്തിലെ ഉപഭോക്തൃ കോടതികളിൽ ഞാനൊരു കോടതിയിൽ അന്വേഷിച്ചപ്പോൾ 20 തുടങ്ങി 30% കേസുകളും ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾക്കെതിരായ കേസുകളാണ്. സപ്രഷൻ ഓഫ് ഫാക്ട്സ്. നിങ്ങൾ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ
നിങ്ങൾക്ക് ഇതേവരെ ഉണ്ടായിരുന്ന രോഗങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് 5-ാമത്തെ വയസ്സിൽ ഒരു ചൊറി വന്നിട്ടില്ലേ? കാലിൻ്റെ പുറകിൽ ഒരു ചൊറി വന്നിരുന്നില്ലേ? അത് നിങ്ങൾ മറച്ചു വെച്ചു. അതുകൊണ്ട് തരാൻ പറ്റില്ല. അത് തുടങ്ങി നിരവധിയായ തട്ടിപ്പുകളാണ് കമ്പനികളുടെ ഭാഗത്തുള്ളത്. ഹെൽത്ത് ഇൻഷുറൻസ് ആണ് എന്നെല്ലാം പറഞ്ഞ് ഏജന്റുമാർ നിങ്ങളുടെ അടുത്ത് വന്ന് പ്രലോഭിപ്പിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞും ചിലതൊന്നും പറയാതെയുമാണ് ഒപ്പിടിച്ചുകൊണ്ട് പോവുക. ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ എന്ന് കരുതി നിങ്ങൾ ധൈര്യത്തിന് ആശുപത്രിയിൽ ചെന്ന് കിടന്നു, ടെസ്റ്റുകളെല്ലാം ചെയ്തോളാൻ പറഞ്ഞു. ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് പോരുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് അറിഞ്ഞാൽ പോകുന്നത്. കാര്യം കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് സന്തോഷമായി. കാശ് ആശുപത്രിക്ക് ഹെൽത്ത് ഇൻഷുറൻസുകാർ കൊടുക്കുമെന്നുള്ള സന്തോഷമുണ്ട്. പക്ഷെ അപ്പോഴാണ് പറയുന്നത് ടെസ്റ്റുകൾക്ക് തരത്തില്ല. ആശുപത്രി കിടന്നാണ് ടെസ്റ്റ് ചെയ്തെങ്കിലും തരത്തില്ല. ടെസ്റ്റിൽ കുഴപ്പമൊന്നുമില്ല എന്നാണല്ലോ കണ്ടത്. അപ്പോൾ പിന്നെ ഹെൽത്ത് ഇൻഷുറൻസുകാരെ ഒന്നും തരില്ല. പിന്നെ നിങ്ങളെടുത്തിരിക്കുന്ന പോളിസി അതിൻ്റെ ലിമിറ്റുണ്ട്. അത് 40,000 വരെയാണ്. ഇത് 4 ലക്ഷം ആയിട്ടുണ്ട്. അതുകൊണ്ട് കമ്പനി 40,000 തരുള്ളൂ. ഇത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് പറഞ്ഞില്ലല്ലോ. അത് നിങ്ങൾ അന്നേരം വായിച്ചു നോക്കേണ്ടതായിരുന്നു. അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. പലപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഏജൻറ്റ് നിങ്ങളോട് കാര്യം പറഞ്ഞ് പോളിസി തുകയൊക്കെ മേടിച്ചു. സാറേ എവിടെയൊക്കെ ഒപ്പിട്ടാൽ മതി സാറേ, ബാക്കിയൊക്കെ ഞാൻ എഴുതി ചേർത്തോളാം. ഈ കുനുകുനാന്നിരിക്കുന്ന ബ്രഹ്മാണ്ഡ സാധനം മുഴുവൻ നോക്കി വായിച്ചു നോക്കി ഒപ്പിടാനായിട്ടോ മനസ്സിലാക്കിയിട്ട് ഏജന്റ് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കും. അങ്ങനെ ഒരു തട്ടിപ്പ്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ പരാതികളുള്ളത് സ്റ്റാർ ഹെൽത്തിനെ കുറിച്ചാണ്. 12,186 കേസുകളാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്കെതിരായിട്ടുള്ളത്. നിങ്ങൾ ആശുപത്രിയിൽ കിടന്നൊരു രോഗത്തിന് തന്നെ ചികിത്സിച്ചു എന്ന് വയ്ക്കുക. ക്ലെയിമിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ കമ്പനി പറയും ഈ രോഗത്തിന് ആശുപത്രി കിടക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യും? അതേപോലെ ഇത്രയും തുക ആശുപത്രി ബില്ല് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കമ്പനി തന്നെ അങ്ങോട്ട് കുറയ്ക്കും കുറേ. അങ്ങനെയൊക്കെയുള്ള കേസുകളാണ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾക്കെതിരായി ധാരാളമായി ഉയരുന്നത്. നിങ്ങൾ മറ്റൊരു രോഗം നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നത് പറഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞ് മൊത്തം ക്ലെയിമും തള്ളിക്കളയുന്ന ഏർപ്പാടുകളുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ നിങ്ങളുടെ രോഗങ്ങളൊക്കെ ചോദിക്കും. ചിലപ്പോൾ ഡോക്ടറുടെ ഒരു ഊഹം കൊണ്ട് ചോദിച്ചൊരു രോഗം നിങ്ങൾ മറന്നു കിടക്കുന്നതായിരിക്കും. ഡോക്ടർ എനിക്കത് മുമ്പ് വന്നിട്ടുണ്ട്, അത് ഡോക്ടർ എഴുതിയിട്ടുണ്ടാകും. നിങ്ങളുടെ ക്ലെയിമിനോടൊപ്പം ഡോക്ടറിൽ നിന്ന് ഈ റിപ്പോർട്ടുകളെല്ലാം ഇൻഷുറൻസ് കമ്പനിക്കാർ ശേഖരിക്കും. ആശുപത്രിയും ഇൻഷുറൻസ് കമ്പനിയും ഒന്നു തന്നെയാകുമ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ സപ്രഷൻ ഓഫ് ഫാക്ട്സ്, നിങ്ങൾ വിവരങ്ങൾ മറച്ചു വെച്ചു, ആ പേരിൽ നിങ്ങളുടെ മൊത്തം ഹെൽത്ത് ഇൻഷുറൻസിന്റെ പദ്ധതിയും തള്ളിക്കളയും. പിന്നെ രസകരമായ ചില സൂത്രങ്ങൾ വേറെയും ഇതിനുള്ളിലുണ്ട്. നിങ്ങൾക്ക് ഒരു നെഞ്ചുവേദന വന്നു, നിങ്ങൾ ആശുപത്രിയിലേക്ക് ചെന്നു, ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളതാണല്ലോ, അവരൊരു ആൻജിയോഗ്രാം ചെയ്തു, TMT ചെയ്തു, ഭാഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആൻജിയോഗ്രാമിൻ്റെയും TMTയുടെയും ഒന്നും കിട്ടാൻ പോകുന്നില്ല. കമ്പനി നിങ്ങളെ ഫൂളാക്കും. ആശുപത്രികളാണെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ സകല ടെസ്റ്റുകളും ചെയ്യും, പിടിച്ച് കിടത്തി തന്നെ ടെസ്റ്റുകൾ ചെയ്യും. അത് ആശുപത്രിയുടെ താല്പര്യം. ഇനിയാണ് നമ്മുടെ നാട്ടിൽ മെഡിസെപ്പ് ഉള്ളത്. മെഡിസിപ്പിലാണെങ്കിൽ ഓരോ ചികിത്സയ്ക്കും വാങ്ങാവുന്ന തുക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ളതേ ഇൻഷുറൻസ് കമ്പനിക്കാർ തരത്തുള്ളൂ. ആശുപത്രിക്കാർ ചാർജ് ചെയ്യുന്നതോ 5, 8, 10 ഇരട്ടിയായിരിക്കും. പാക്കേജും യാഥാർത്ഥ്യവും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകും. ഇപ്പം നിങ്ങൾ തിമിരത്തിൻ്റെ ശസ്ത്രക്രിയയാണ്, നിങ്ങൾക്ക് മെഡിസെപ്പ് ഉണ്ട്, സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് 10,000 രൂപയാണ്. ആശുപത്രിക്കാർ പറയും 10,000 രൂപയ്ക്ക് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ലെൻസ് വേണമെങ്കിൽ 11,000 കിട്ടുകയില്ല. അതിന് 40,000-ഉം 50,000-ഉം 1.5 ലക്ഷമൊക്കെ ആകും. അപ്പോൾ
നിങ്ങൾ അവിടെയും ഫുള്ളാക്കപ്പെടും. ഓരോ പ്രൊസീജിയറിനും ടെസ്റ്റിനും റൂം റെന്റ് പരമാവധി 2000 രൂപയാണ് കിട്ടുക. സ്റ്റെൻഡ് ഇടുകയാണെങ്കിലും റോഡ് ഇടുകയാണെങ്കിലും ഒക്കെ ഗവൺമെന്റ് നിശ്ചയിച്ചൊരു ചാർജ് ഉണ്ട്. അത് എങ്ങനെയുള്ളതായിരിക്കും നമുക്കറിയാം. അവിടെയെല്ലാം നിങ്ങൾ വിദഗ്ധമായി ഫുള്ളാക്കപ്പെടും. ട്രീറ്റ്മെന്റ് കഴിയുമ്പോഴാണ് പലരും ഇതെല്ലാം അറിയുക. ആശുപത്രിയുമായി തർക്കിക്കാൻ പറ്റുമോ? ഒന്നൊച്ച വെച്ചെങ്ങാനും സംസാരിച്ചാൽ ജയിലിലാകും. ആശുപത്രി സംരക്ഷണ നിയമം അതിഭീകരമാണ്. വിദേശ കുത്തകകൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്ത് നിയമങ്ങളെല്ലാം ഉണ്ടാക്കി വെപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഡോക്ടറെ എതിർക്കാൻ പറ്റുമോ? ഡോക്ടറെ വേറെ ആരെ വേണമെങ്കിലും നമ്മൾ അനീതി കണ്ടാൽ എതിർക്കും. പക്ഷെ നമ്മുടെ ഡോക്ടറുമായിട്ട് നമുക്ക് എതിർത്താൽ ശരിയാവില്ല. ഒരു നെഞ്ചുവേദന വന്നാൽ ഇങ്ങോട്ട് തന്നെ വരേണ്ടതല്ലേ? പേടിയാണ് മനുഷ്യർക്ക്. 12 ലക്ഷം പെൻഷൻകാരെ കൊണ്ട് മെഡിസെപ്പ് എന്ന് പറഞ്ഞ് കാശടപ്പിച്ചിട്ടുണ്ട്. നിർബന്ധപൂർവം കാശടപ്പിച്ചിട്ടുണ്ട്. ഈ ഇൻഷുറൻസിൽ ചേർന്ന് കഴിഞ്ഞാൽ ഒരു തിമിരം ശസ്ത്രക്രിയ 2 കൊല്ലം കഴിഞ്ഞാണെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് കമ്പനിക്കാർ അതിൻ്റെ കാശ് തരുള്ളൂ. അതിനു മുമ്പാണെങ്കിൽ തരത്തില്ല. ഒരു പ്രോസ്ട്രേറ്റിൻ്റെ പ്രയാസം നിങ്ങൾക്ക് വന്നു, 3 കൊല്ലം ഇൻഷുറൻസ് പോളിസി എടുത്ത് 3 കൊല്ലം കഴിഞ്ഞാണെങ്കിലേ അതിൻ്റെ കാശ് തരുള്ളൂ. അതിനുള്ളിൽ വന്നാൽ തരത്തില്ല. പല രോഗങ്ങൾക്ക് 4 കൊല്ലം വരെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. പ്രായം കൂടിയാൽ നിങ്ങളുടെ പ്രീമിയം കൂട്ടിക്കൊണ്ടുപോകും. എല്ലാ വർഷവും നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണം. 1 വർഷം നിങ്ങൾ പുതുക്കിയില്ല എങ്കിൽ പിന്നീട് പുതുക്കുമ്പോൾ നിങ്ങളുടെ സീനിയോറിറ്റി അത് നഷ്ടപ്പെടും. പുതിയ പോളിസി ആയിട്ടേ അതിനെ പരിഗണിക്കുള്ളൂ. ഇങ്ങനെയുള്ള വലിയ വലിയ തട്ടിപ്പുകളുമായുള്ള ഒരു മേഖലയാണ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ മേഖല. അതിൽ കളിച്ച് മുംബൈ ആസ്ഥാനമായിട്ടുള്ള ആദിത്യ ബിർള ഇൻഷുറൻസ് കമ്പനിക്ക് എറണാകുളത്തെ ഉപഭോക്തൃ കോടതിയിൽ നിന്ന് നല്ലൊരു പിഴയും കിട്ടി. 96,000 രൂപയുടെ പിഴയാണ് ഉപഭോക്തൃ കോടതിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് DB ബിനു വളരെ ശക്തമായി ഉപഭോക്താക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു കോടതിയാണ് എറണാകുളത്തുള്ളത്. DB ബിനുവിനെ കൂടാതെ V രാമചന്ദ്രനും TN ശ്രീവിദ്യയും അംഗങ്ങളായിട്ടുള്ള എറണാകുളത്തെ കോടതി വളരെ ശ്രദ്ധേയമായ നിരവധി വിധികൾ ഉപഭോക്താക്കൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. സ്റ്റാർ ഹെൽത്തിന് 12,186 പരാതികൾ കേസുകളുണ്ട് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരും മോശക്കാരാണെന്നൊന്നും ധരിക്കരുത്. ഏതായാലും തൊട്ടടുത്ത് വരുന്നത് കെയർ ഹെൽത്തിൻ്റെ ഗ്രൂപ്പാണ്. അവർക്ക് 4,423 പരാതികളാണ് കോടതികളിലുള്ളത്. വലിയ വ്യത്യാസമുണ്ട്. ഏതായാലും നിവ ബുപ്പയുടെ അവർക്ക് ഏതാണ്ട് ഈ 4,000-അടുത്തുള്ള കേസുകൾ. ഈ കേസുകളുമായി നടക്കുന്ന നമ്മുടെ നാട്ടിലെ ഇൻഷുറൻസ് കമ്പനികളെ വലിയ താമസമില്ലാതെ രാക്ഷസ കമ്പനികൾ വിഴുങ്ങും. പിന്നെ അവർക്കും മീതെ ഒരു ഇൻഷുറൻസുകാരുണ്ട്, അതാണ് റീ ഇൻഷുറൻസ്. നമ്മുടെ നാട്ടിൽ പലർക്കും റീ ഇൻഷുറൻസ് എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ കോവിഡ് പോലൊരു വലിയ രോഗം വന്ന് കൂടുതൽ ആളുകൾ ആശുപത്രി കയറാതിരിക്കാൻ അവരന്നേരം ആശുപത്രി അടച്ചിടും. ഇതൊക്കെ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു കളിയും കൂടിയുണ്ട്. പകർച്ചവ്യാധി വരുമ്പോൾ ആശുപത്രി അടച്ചിടുക. എന്താ കാര്യം? ഈ പകർച്ചവ്യാധി എന്ന് പറഞ്ഞ സകല ആശുപത്രി ചെന്ന് കയറി കിടന്നു കഴിഞ്ഞാൽ ഭീമമായൊരു തുക ഇൻഷുറൻസ് കമ്പനി കയ്യിൽ നിന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. പല ഇൻഷുറൻസ് കമ്പനിയും പൂട്ടിപ്പോയെന്ന് വരും, അല്ലെങ്കിൽ ലാഭം കുറയും, ഷെയർ വാല്യൂ കുറയും. അതുകൊണ്ടൊക്കെ കൂടിയാണ് ആളുകളെ ഒരു പ്രദേശത്ത് പൂട്ടിയിടുക, സർക്കാർ തന്നെ എവിടെയെങ്കിലും തടവി പാർപ്പിക്കുക. ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായി വരാത്ത രീതിയിലുള്ള കളികളെല്ലാം ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. പബ്ലിക് ഹെൽത്ത് ബില്ല്, അതൊക്കെ ഈ കേരളത്തിലെ ഇന്ത്യയിലെ ആശുപത്രികളെല്ലാം കീഴടക്കുന്ന പിടിച്ചെടുക്കുന്ന കോർപ്പറേറ്റുകളുടെ ഫാർമസ്യൂട്ടിക്കലുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. പഠിച്ച വിഡ്ഢികൾ കളി കാണാൻ പോകുന്നതേ ഉള്ളൂ. അവരിങ്ങനെ എല്ലാം ചുറ്റുവളഞ്ഞ് എല്ലാ തരത്തിലും ഒരുക്കി വെച്ച് നിങ്ങൾക്ക് ഒരു കാരണവശാലും രക്ഷപ്പെടാനാവാത്ത
ഒരു അന്തരീക്ഷം കൊണ്ടുവന്ന് വെച്ച്, പബ്ലിക് ഹെൽത്ത് ബില്ലിനെ കുറിച്ചൊക്കെ ഞാൻ ധാരാളം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഇപ്പോൾ കോവിഡിലായാലും ഇനി വരാൻ പോകുന്ന പകർച്ചവ്യാധികളിലായാലും വലിയ താമസം കണ്ടു വരുമെന്നുള്ളത് ഉറപ്പാണ്. ആശുപത്രികൾ അടച്ചിടും. കാരണം നല്ലൊരു ശതമാനം ആളുകളും സാമ്പത്തികമായി കഴിവുള്ള ആളുകളും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വരുന്നവരാണ്. അവർക്കെല്ലാം ഇങ്ങനെ പകർച്ചവ്യാധി വരുമ്പോൾ ഇൻഷുറൻസിൻ്റെത് കൊടുത്ത് മുടിയാൻ ഇൻഷുറൻസ് കമ്പനികൾ തീരുമാനിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ഒരു അവസ്ഥ വന്നുപോയാൽ, ഒരു ഭൂകമ്പം ഉണ്ടായി വലിയ നാശനഷ്ടം ഉണ്ടായാൽ ആ പ്രദേശത്ത് ഇൻഷുറൻസ് ചെയ്ത കമ്പനി മുടിഞ്ഞൊന്നും പോവില്ല. ഇങ്ങനെയുള്ള കൂട്ടമായി വരുന്ന അബദ്ധങ്ങൾക്ക്, അപകടങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ബാധ്യത റീഇൻഷുറൻസ് എന്ന് പറഞ്ഞ് കുത്തക അതിഭീമനായ ഇൻഷുറൻസ് കമ്പനിയിൽ ഇവർ പ്രീമിയം അടയ്ക്കുന്നുണ്ട്. അവർ കൊടുത്തോളും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം ഒക്കെ കഥയറിയാതെ ആട്ടം കാണുന്നവരാണ്. ഈ ലോകം ഇന്നത്തെ രീതിയിൽ ഡിസൈൻ ചെയ്ത് ഇതിനെ കൊണ്ട് നടക്കുന്നവർ, അവർ കാണാമറയത്താണ്. അവർക്ക് രൂപമില്ല, അവർക്ക് രാജ്യമില്ല, അവർക്ക് ഒന്നിനോടും കടപ്പാടില്ല, ഒരു മതത്തോടും കടപ്പാടില്ല. അവർക്കാകെയുള്ള കടപ്പാട് കാശിനോട് മാത്രമാണ്. അത് ഉണ്ടാക്കാനുള്ള ബദ്ധപ്പാട് മാത്രമാണ്. ഇന്ന് കേരളത്തിലെ ആശുപത്രികൾ വിദേശ കുത്തകകൾ എടുത്തു എന്ന് പറയുമ്പോൾ അവർ ഇൻഷുറൻസ് കമ്പനികൾ കൂടിയാണ്. അവർ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണപാനീയങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നവർ കൂടിയാണ്. അവർ കൂടുതൽ രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള വാക്സിനുകൾ ഉണ്ടാക്കി അടിച്ചേൽപ്പിക്കുന്നവർ കൂടിയാണ്. കൂടുതൽ ദോഷഫലങ്ങളുള്ള മരുന്നുകൾ ഉണ്ടാക്കി വിൽക്കുന്നവർ കൂടിയാണ്. അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ ആരോഗ്യവും പണവും പിഴിഞ്ഞൂറ്റി കുടിക്കുന്ന ഈ രക്തരക്ഷസുകളെ തിരിച്ചറിയാനും രോഗങ്ങളില്ലാതെ ജീവിക്കാനും വിവേകം കാണിക്കണം. ഇവർ തരുന്നത് ഒരിക്കലും ഹെൽത്ത് ഇൻഷുറൻസ് അല്ല എന്നത് നിങ്ങൾ തിരിച്ചറിയണം. എൻ്റെ അടുത്ത് വന്നു ഒരുത്തൻ, സാറ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കണം. ഞാൻ പറഞ്ഞു, നല്ല കാര്യമാണ്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എനിക്കും തരണം, പോളിസി എനിക്ക് തരണം. ഞാൻ വാസ്തവത്തിൽ നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് നടക്കുന്ന ഒരാളാണ്. 45 കൊല്ലമായി രോഗങ്ങളില്ലാതെ ജീവിക്കുന്നത്. അത് ഞാൻ തൽക്കാലം അവനോട് പറഞ്ഞില്ല. തരണം, നല്ല ഹെൽത്ത് ഇൻഷുറൻസ് തരണം. എടോ, തൻ്റെ ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ മെച്ചം എന്താണ്? അത് സാറ് ഒരു രോഗം വന്ന് ആശുപത്രി കിടന്നാൽ ആ ആശുപത്രി ചെലവ് മുഴുവൻ കമ്പനി എടുത്തോളും സാറേ. എടോ, ഞാൻ രോഗം വന്ന് ആശുപത്രി കിടക്കണോ അല്ലേ? അപ്പൊ നിങ്ങൾ അതെ സാറേ, അതിൻ്റെ ചെലവ് മുഴുവനും ആ കാശ് മുഴുവൻ. എടോ, അപ്പോൾ അത് രോഗ ഇൻഷുറൻസ് അല്ലേ? അതെങ്ങനെയാ ഹെൽത്ത് ഇൻഷുറൻസ് ആകുന്നത്? അത് ഡിസീസ് ഇൻഷുറൻസ് അല്ലേ? അല്ല സാറേ, എന്നാലേ തരുള്ളൂ. പോട്ടെ, ഞാൻ തൻ്റെ പോളിസി എടുത്ത് രോഗം വരാതെ ഹെൽത്തി ആയിട്ട് തന്നെ അങ്ങോട്ട് ജീവിക്കുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? അതില്ല സാറേ. അപ്പോൾ അടച്ച കാശും കൂടെ പോകും. ഇതാണ് ഹെൽത്ത് ഇൻഷുറൻസ്. അതുകൊണ്ട് ആശുപത്രികൾ അവരുടെ ചികിത്സാ ചെലവുകൾ താങ്ങാനാവാത്ത രീതിയിൽ കൂട്ടിക്കൂട്ടി വെച്ച് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കണമെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ സകലരും കഴിയുന്നത്ര ആളുകൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിയുമ്പോൾ ആശുപത്രികളിലെ ഫീസ് അങ്ങ് വളരെ വളരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ജനങ്ങൾക്ക് പരാതിയില്ല. കാരണം നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടല്ലോ, ഫ്രീ അല്ലേ. ആ പോളിസി എടുത്ത് പ്രീമിയം അടച്ചുകൊണ്ടിരുന്നാൽ പോരെ. പ്രീമിയം കൂടി താങ്ങാനാവാതെയായി അമേരിക്കയിൽ ഏതാണ്ട് പകുതിയോളം ജനവിഭാഗങ്ങൾക്കും ഇൻഷുറൻസ് പോളിസി കൊണ്ടു നടക്കാൻ കഴിയാത്ത ഗതികേടായി. അതിന് നല്ലൊരു ഭാഗമുണ്ടായി. അമേരിക്കൻ ജനങ്ങളിൽ 46% അലോപ്പതി ചികിത്സയ്ക്ക് ഇപ്പോൾ പോകുന്നില്ല. അവർ ഓൾട്ടർനേറ്റ് ചികിത്സകൾക്ക്
പ്രകൃതി ചികിത്സയും ഹോമിയോപ്പതിയും അക്യുപഞ്ചറും അക്യുപ്രഷറും പോലുള്ള ബദൽ ചികിത്സകൾക്കാണ് പോകുന്നത്, ഇതെങ്കിലും നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. ഏതായാലും രോഗങ്ങളില്ലാതെ ജീവിക്കാനുള്ള യഥാർത്ഥ ഇൻഷുറൻസ് നേച്ചർ ലൈഫ് പ്രചരിപ്പിക്കുന്ന പ്രകൃതി ജീവന മാർഗങ്ങളാണ്, പ്രകൃതി ചികിത്സാ രീതികളാണ്. അത് എത്ര നേരത്തെ തിരിച്ചറിയാൻ, എത്ര നേരത്തെ മനസ്സിലാക്കി സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നോ അത്രയും നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ജീവിതം രക്ഷപ്പെടും. കഴിയുന്നത്ര ഷെയർ ചെയ്യണം. നേച്ചർ ലൈഫ് TV ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതണം. നന്ദി, നമസ്കാരം.